ഹായ് ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ 1207 യൂണീക് നമ്പർ ഓഫ് ഒക്കറൻസസ്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിവൺ ആൻ അറേ ഓഫ് ഇൻഡിജേഴ്സ് എ ആർ റിട്ടേൺ ട്രൂ ഇഫ് ദ നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് ഈച്ച് വാല്യൂ ഇൻ ദ അറേ ഈസ് യുണീക്ക് ഓർ ഫോൾസ് അതർവൈസ്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പം ഈ അറയ്ക്കകത്ത് 1 എത്ര തവണ വരുന്നുണ്ട്? 1, 2, 3. ഓക്കെ, 1 3 തവണ വരുന്നുണ്ട്. 2 എത്ര തവണ വരുന്നുണ്ട്? 1, 2. ഓക്കെ, 2 ടൈംസിന് വരുന്നുണ്ട്. 3 എത്ര തവണ വരുന്നുണ്ട്? 1. ഓക്കെ, 3 ഒരു തവണ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള അറയാണെങ്കിൽ ട്രൂ. അതായത് ഫോർ എക്സാമ്പിൾ ഈ 1 3 തവണ, ഈ 2 2 തവണ, 3 ഒരു തവണ, ഈ നമ്പേഴ്സ് എല്ലാം വ്യത്യാസമുള്ള നമ്പേഴ്സ് അല്ലേ. ഒരു നമ്പർ ഒരേ തവണ 2 തവണ ഒക്കെ അറിയരുത്, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 2 ഉണ്ട്, 2 3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഫോൾസ് വന്നേനെ. കാര്യം 2 2 വട്ടം ഒക്കെ അറിയുന്നുണ്ട്, 3 2 വട്ടം ഒക്കെ അറിയുന്നുണ്ട്. ഒരു നമ്പർ ഒരു നമ്പർ ഓഫ് ടൈംസ് മാത്രമേ ഒക്കെ അറിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ട്രൂ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 1 ഒരു തവണ ഒക്കെ അറിയുന്നുണ്ട്, 2 ഒരു തവണ ഒക്കെ അറിയുന്നുണ്ട്. അപ്പോൾ 2 നമ്പർ ഒരേ തവണ ഒക്കെ അറിയില്ല, അതുകൊണ്ട് ഫോൾസ്. ഇവിടെ എല്ലാ നമ്പറും പല പല രീതിയിലാണ് ഒക്കെ അറിയുന്നത്. 3 2 തവണ, 1 4 തവണ, 0 2 തവണ, 10 ഒരു തവണ, 3 3 തവണ, അപ്പം -3 3 തവണ. അപ്പോൾ അങ്ങനത്തെ നമ്പേഴ്സ് ആയതുകൊണ്ട് എല്ലാ നമ്പേഴ്സും അവരവരുടേതായ യുണീക്ക് നമ്പർ ഓഫ് ഒക്കറൻസസ് ആയിരിക്കണം. യുണീക്ക് നമ്പർ ഓഫ് ഒക്കറൻസ്, എല്ലാ നമ്പർക്കും അവരുടേതായ യുണീക്ക് നമ്പർ ഓഫ് ഒക്കറൻസ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ. ഈ ഒരു ക്വസ്റ്റിന് 2 അപ്രോച്ച് ഉണ്ട്. ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വെക്ടർ ഉപയോഗിച്ച്, വേറെ വെക്ടർ ഉപയോഗിച്ചിട്ട് അതിനകത്ത് സോർട്ട് ചെയ്തിട്ട്, ഇതും സോർട്ട് ചെയ്തിട്ട്, കിട്ടുന്ന വെക്ടറും സോർട്ട് ചെയ്തിട്ട് നമുക്ക് പുഷ് ബാക്ക് ചെയ്ത് ഒക്കറൻസസ് പുഷ് ബാക്ക് ചെയ്ത് പോയിട്ട് നമുക്ക് ആ ഒക്കറൻസസ് പിന്നെ ഒക്കർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാപ്പും സെറ്റും ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാം. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് സോർട്ട് ചെയ്യണം. എന്തിനാണ് സോർട്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഈ ഒരു അറേ സോർട്ട് ചെയ്തെന്ന് വെച്ചോ, നമുക്ക് എന്ത് കിട്ടും? 1 1 1 2 2 3. ഈ ഒരു അറേ സോർട്ട് ചെയ്ത് ഇങ്ങനൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. അതിൻ്റെ ഗുണം എന്താണ്? ഇങ്ങനൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത വാല്യൂസ് എടുത്തിട്ട് നമുക്ക് ഒക്കറൻസസ് കൗണ്ട് ചെയ്യാം. ഈ 1 എത്ര തവണ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ എളുപ്പം ഈ സോർട്ടഡ് വേ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കൗണ്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈസിക്വൽ ടു 1 കൗണ്ട് ചെയ്ത് പിന്നെയും വന്ന് ഈസിക്വൽ 1 കൗണ്ട്, അത് ഒരു തലവേദനയാവും. കുറേ തവണ അങ്ങോട്ട് പിന്നെയും പോണ്ടി വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലൂപ്പിൽ ഒരു ട്രവേഴ്സലിൽ തന്നെ നമുക്ക് ഒക്കറൻസസ് കൗണ്ട് ചെയ്യാം. 1 3 തവണ ഉണ്ട്, 2 2 തവണ ഉണ്ട്, 3 ഒരു തവണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നമുക്ക് കിട്ടുന്ന അറേ തന്നെ അങ്ങ് സോർട്ട് ചെയ്യുന്നത്. നമുക്ക് സോർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത്. ഏതറ കിട്ടിയാലും ഇങ്ങനെ സോർട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് ഒരു നമ്പർ എത്ര തവണ ഒക്കർ ചെയ്യുന്നു എന്നുള്ള ഫ്രീക്വൻസി നമുക്ക് ഒരു വെക്ടറിൽ സ്റ്റോർ ചെയ്യണം. ആ വെക്ടർ ഇനിഷ്യലൈസ് ചെയ്യാം. അടുത്തത് നമുക്ക് കൗണ്ട് ചെയ്ത് തുടങ്ങാം. എത്ര നമ്പേഴ്സ് ഒക്കറൻസസ് കൗണ്ട് ചെയ്ത് തുടങ്ങാം. നമുക്ക് കൗണ്ട് എന്ന് പറയുന്നത് സി ഇനിഷ്യലൈസ് ചെയ്യാം. ഇവിടെ സി എന്തിനാ 1 ഇനിഷ്യലൈസ് 0 ഇനിഷ്യലൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കറണ്ട് എലമെന്റ് 1 ആയിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് ഏത് നമ്പർ ഈക്വൽ ആയാലും നമ്മൾ ഇതിലൊരു 1 ആഡ് ചെയ്യും. ആദ്യത്തെ കറണ്ട് എലമെന്റ് നമ്മൾ 1 ആയിട്ട് എടുക്കും. കറണ്ട് എലമെന്റിന്റെ കൗണ്ട് 1 ആണ്. പിന്നെ അങ്ങോട്ട് ഇനി എത്ര തവണ സെയിം നമ്പർ കണ്ടാലും നമ്മൾ കൗണ്ട് ഇൻക്രീസ് ചെയ്ത് പോകും. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഞാൻ അതുകൂടെ ഇട്ട് വെച്ചേക്കാം ഒരു റെഫറൻസിന്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 1 നമുക്ക് കൗണ്ട് 1 ആണ്. ഈ 1 എത്തുമ്പോൾ പിന്നെ 1 കാണുമ്പോൾ കൗണ്ട് 2 ആവും, പിന്നെ 1 കാണുമ്പോൾ കൗണ്ട് 3 ആവും. അതാണ് നമ്മുടെ ഒരു ലോജിക് എന്ന് പറയുന്നത്. പിന്നെ അതൊരു വൈലൂപ്പിളാവും. അത് നമുക്ക് അറയുടെ പുറത്ത് പോയിരിക്കാൻ വേണ്ടി i+1 ARR.size എന്നൊക്കെ കണ്ടിട്ട് ആദ്യം കൊടുക്കാം. പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൂപ്പ് ക്ലോസ് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ARR i = i+1. തൊട്ടടുത്ത നമ്പർ അതായത് i-നും i+1 തൊട്ടടുത്ത നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ കൗണ്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മുടെ ലോജിക്ക്. കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, i ഇൻക്രീസ് ചെയ്യുന്നു.
പിന്നെയും പോകുന്നു, പിന്നെ ഈക്വൽ ആണെങ്കിൽ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഐ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെയും പോകുന്നു, പിന്നെ ഈക്വൽ ആണെങ്കിൽ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫോൾസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ലൂപ്പ് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇത് ഈക്വൽ അല്ല, അറയുടെ പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുന്നു, പിന്നെയും കൗണ്ട് വണ്ണ് ആകുന്നു, പിന്നെയും എത്ര നമ്പർ ഉണ്ടോ ഇപ്പോൾ ഓരോ തവണ നമ്മൾ കൗണ്ട് ഇൻക്രീസ് ചെയ്ത് ഒരു നമ്പർ കിട്ടുമ്പോഴും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം വണ്ണ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് 3 കിട്ടി, അപ്പോൾ തന്നെ നമ്മളിവിടെ വെക്ടർ പുഷ് ചെയ്യും, നമ്മുടെ റിസൾട്ട് വെക്ടർ വി പുഷ് ചെയ്യും, വി ഡോട്ട് പുഷ് ബാക്ക് സി. ഓക്കെ, ഓരോ തവണ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് വെക്ടറിൽ സ്റ്റോർ ആകുന്നത് ഈച്ച് നമ്പറിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും. അടുത്ത് നമ്മൾ ഫോർ ലൂപ്പിന് പുറത്തിറങ്ങാം. ഓക്കെ, ഇനി നമ്മൾ ഈ വെക്ടറും കൂടെ ഒന്ന് സോർട്ട് ചെയ്യണം. വെക്ടർ സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പമാവുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഒക്കറൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി വെക്ടർ സോർട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് വെക്ടറിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കറൻസ് ഉണ്ടാകും നോക്കാം. ഇവിടെ നമുക്ക് ഐസിക്കല് 1 കൊടുക്കണം. ഇവിടെ 1 കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത എലിമെന്റ് എടുക്കുക എളുപ്പത്തിന് ഇവിടെ ഒരു കണ്ടീഷൻ എക്സ്ട്രാ എഴുതാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുത്തത്. ഇഫ് വി ഓഫ് ഐ പിന്നെ ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് നമ്പർ ഫോർ എക്സാമ്പിൾ ഐ എന്ന് പറയുന്നത് 1 ആണല്ലോ, ഐ -1 എന്ന് പറഞ്ഞാൽ വി ഓഫ് 0, അങ്ങനെ പോകും. നമ്മൾ വി ഓഫ് സൈസ് വരെ പോകും. അങ്ങനെ നമുക്ക് ഒരേ ഒക്കറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിട്ടേൺ ഫോൾസ്. കാര്യം ഒരേ ഒക്കറൻസ് ഇല്ലാത്ത നമ്പേഴ്സ് ആണല്ലോ ട്രൂ വരേണ്ടത്, അതല്ലേ നമ്മുടെ ഇത് പറയുന്നത്. ഇവിടെ ഒന്നും ഒക്കറൻസ് ഒരേപോലെ ഒക്കറൻസ് ഇല്ല, അതുകൊണ്ട് ട്രൂ. പക്ഷേ ഒരേപോലെ ഒക്കറൻസ് ഇവിടെ ഉണ്ട്. 1 ആണ്. ഇവിടെ ഈ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെക്ടറിനകത്ത് 1 കിട്ടും. ഇത് 1 കാണാം, ഇതും 1 കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നും ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫോൾസ്. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തോ എറർ നോക്കട്ടെ. എറർ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടും ഫാൾസ് കൊടുത്തത്. ഇവിടെ ട്രൂ ആണ് കൊടുക്കേണ്ടത്. സോറി, മാറിപ്പോയി. അപ്പം ഒരേ ഒക്കറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും, ഒരേ ഒക്കറൻസ് ഇല്ല ട്രൂവിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, നമുക്കത് ഇതായി കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് എൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല മെത്തഡാണ്. പക്ഷേ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ log n ആണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി. log n ഒരു സോർട്ട് വരുന്നുണ്ടാണെന്ന് തോന്നുന്നു. അപ്പം log n കാട്ടി എഫിഷ്യൻ്റ് ആയിട്ട് n ടൈം കോംപ്ലക്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് നമ്മൾ മാപ്പും സെറ്റ് പോയി ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിരിക്കട്ടെ, ഇത് നല്ല സൊല്യൂഷൻ തന്നെയാണ്. പക്ഷേ നമുക്ക് സോർട്ട് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് മാപ്പ് സെറ്റ് ഉപയോഗിച്ചിട്ട് ഇതേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അൺഓർഡേഡ് മാപ്പ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാപ്പിൽ ആ എലമെൻസിൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. മാപ്പിൽ എലമെൻസിൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞ ശേഷം നമ്മളൊരു സെറ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നു. സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ സെറ്റിനകത്ത് ആദ്യം 1 ആഡ് ചെയ്തു, പിന്നെ 2 ആഡ് ചെയ്തു, പിന്നെ ഒരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ സെറ്റിനകത്ത് ആ 1 ആഡ് ആവില്ല. 1 ആഡ് ചെയ്ത് 2 ആഡ് ചെയ്ത് പിന്നെ 1 ചെയ്താൽ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിനകത്ത് കിടക്കുന്നത് പിന്നെ 1ഉം 2ഉം തന്നെ ആയിരിക്കും. പിന്നെ 1 1 2 കിടക്കില്ല. മനസ്സിലായില്ലേ? അതാണ് സെറ്റ്. ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂ സെറ്റിനകത്ത് കയറില്ല. അതാണ് ഇവിടെ യൂസ് ആവുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാപ്പിൽ ഫ്രീക്വൻസി എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഈ ഫ്രീക്വൻസി ഇരട്ടിക്കാൻ പാടില്ലല്ലോ. ഫ്രീക്വൻസി ഇരട്ടിക്കുമ്പോഴല്ലേ, ഇരട്ടിക്കുന്ന പറഞ്ഞാൽ ഒരേ ഫ്രീക്വൻസി രണ്ടോണം വരുമ്പോഴല്ലേ നമുക്ക് പ്രശ്നം. അപ്പം നമ്മൾ സെറ്റിനകത്ത് ഈ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്യുന്നു. അപ്പോൾ സെറ്റിനകത്ത് ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോഴും മാപ്പിനകത്തുള്ള ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോഴും രണ്ടിൻ്റെയും ഫ്രീക്വൻസി ഒരേപോലെ, അതായത് എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ലാത്ത ഫ്രീക്വൻസികളായിരുന്നെങ്കിൽ രണ്ടിൻ്റെ സൈസ് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടുത്തെ ലോജിക്ക്. ഡ്യൂപ്ലിക്കേറ്റ്സ് അഥവാ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മാപ്പിൽ 1 1 2 ആണ്, സെറ്റിൽ ആഡ് ചെയ്യുമ്പോൾ അത് 1 2 ആവും. അപ്പോൾ രണ്ടിൻ്റെ സൈസ് മാറി. മാപ്പ് 3 സൈസ്, സെറ്റ് 2 സൈസ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളത് അപ്പോൾ ആ സമയത്ത് മനസ്സിലാവും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഒക്കറൻസസ് ഡിഫറൻസ് ആണ്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫോൾസ് റിട്ടേൺ ചെയ്യും. അഥവാ സെയിം സൈസ് ആണെങ്കിൽ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യും. അതാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇത്
നമുക്ക് മറ്റേ ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ മാപ്പിൽ ആഡ് ചെയ്യാൻ എളുപ്പം. സി പ്ലസ് ഇങ്ങനെ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. ജാവയെ പോലെ അല്ല, സി പ്ലസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വർക്കാവും. മാപ്പിൻ്റെ കീയിൽ അവിടെ നമ്മൾ അറേൻ്റെ ഫസ്റ്റ് എലമെന്റ് കൊടുക്കുന്നു, എന്നിട്ട് വാല്യൂവിൻ്റെ അവിടെ +1 ഒരേപോലെ ഇതിപ്പോൾ ഇതിനകത്ത് ഈക്വൽ ഇട്ടില്ലല്ലോ. അല്ല അങ്ങനെയല്ല. ഇതിപ്പോൾ ഇങ്ങനെയാണ്, സോറി ഞാൻ മാറിപ്പോയി. അപ്പം പിന്നെയും ഇത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെയും +1, പിന്നെയും അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇങ്ങനെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിൽ മാപ്പിൽ കറക്റ്റായിട്ട് സ്റ്റോർ ആയിക്കോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അത് നമുക്ക് സെറ്റ് ഇനിഷ്യലൈസ് ചെയ്യാം. അത് 1 സെറ്റ് തന്നെ ആയിക്കോട്ടെ. നമുക്കിനി സെറ്റിനകത്തെല്ലാം ആഡ് ചെയ്യാം. ഫോർ ഈച്ച് ലൂപ്പാണ്. സെറ്റ് ഇൻസേർട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞ മെത്തേഡാണ്. നമുക്ക് വേണ്ടത് എന്തോ x.second ആണ് വേണ്ടത്. സെക്കൻഡ് ഒരു മെത്തേഡല്ല, ഇങ്ങനെ എഴുതുന്നത് x.second. x.second എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ, എക്സിൻ്റെ കറണ്ട് കീയിൻ്റെ വാല്യൂ. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ കീ ആണ്, അല്ല എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ മാപ്പ് എലമെന്റ്സ് ആണ്. മാപ്പ് എലമെന്റ്സിൻ്റെ അതിൻ്റെ വാല്യൂ എടുക്കണമെങ്കിൽ സെക്കൻഡ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കീ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ. അപ്പോൾ സെക്കൻഡ് എടുത്ത് നമ്മൾ അതിനകത്ത് ഇൻസേർട്ട്. ഇതാണല്ലോ നമ്മുടെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. ഓരോ എലമെന്റിൻ്റെയും ഫ്രീക്വൻസി കൗണ്ടാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്, ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ നമ്മൾ ആ ഫ്രീക്വൻസി കൗണ്ട് എസിലേക്ക് എടുത്തിടുന്നു. എസിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനകത്ത് മനസ്സിലായി എസിന്റെ സൈസും മറ്റേ സൈസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ട്രൂ റിട്ടേൺ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫാൾസ്. റൺ ചെയ്ത് നോക്കാം. ഇവിടെ സിമി കൊണ്ടിട്ടില്ല. ഓക്കെ, റണ്ണായി. സബ്മിറ്റ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.